നമസ്കാരം, എല്ലാവർക്കും സച്ചൂസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇത് കണ്ട ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നതെന്ന് തോന്നും, പക്ഷേ ചപ്പാത്തിയുടെ മാവല്ല, ഇത് അരിമാവാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അരിമാവ് ഞാൻ കരിപ്പട്ടിയും തേങ്ങയൊക്കെ ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിരിക്കുകയാണ്. അതാണ് ഈ കളറ്. കരിപ്പട്ടി ഞാൻ ഉരുക്കി ഒഴിച്ചാണ് ഇത് കുഴച്ചത്. പിന്നെ എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കിയല്ല, ഇങ്ങനെ നീളത്തിലാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചു. വെള്ളം തിളയ്ക്കപ്പോൾ അതിൽ കുറച്ച് കരിപ്പട്ടിയും ഇട്ടു. അത് തിളച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ നീളത്തിലെടുത്ത ഈ ഉരുളകൾ, ഈ കൊഴുക്കട്ട കുട്ടികളെ അതിലേക്ക് ഞാൻ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. അത് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇതിൽ ഇളക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ മധുരക്കൊഴുക്കട്ട നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി വയ്ക്കാം. ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല തിളച്ചതിന് ശേഷമേ ഇളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഇളകിപ്പോവും. നന്നായി തിളവന്നു. ഇത് വെന്ത് കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇത് ഉരുളകളൊക്കെ വെന്തിട്ടുണ്ട്. വെന്ത് ഇത് ഇറക്കാറാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ ഫ്ലെയിമിലിടണം. അങ്ങനെ ഞങ്ങളുടെ മധുരക്കൊഴുക്കട്ട റെഡിയായി. നല്ല ചൂടോടെ സ്വാദോടെ എല്ലാവരും കഴിച്ചോളൂ. ബൈ ബൈ.